ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പൊ പിന്നെയും വന്നിട്ടുണ്ട് കേട്ടാ. ഗായ്സ് നമുക്ക് ഞാൻ ഇത്ര നാളെ ഈ ഈവിള എന്ന് പറഞ്ഞ സംഭവം ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായില്ല കേട്ടാ. പക്ഷെ അത് ഉള്ളതാ ഗായ്സ്. നമ്മള് വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. അതിന്റെ പുറകെ നമുക്ക് ഭയങ്കര ഭയങ്കര നഷ്ടങ്ങളാണ് വന്നിട്ടിരുന്നത്. എന്റെ സ്റ്റിക്ക് ഒടിഞ്ഞു. പക്ഷെ ഞാനത് വിട്ടു. പക്ഷെ നമുക്ക് വീഡിയോ ചെയ്യാനുള്ള കണ്ടന്റും കാര്യങ്ങളും നമുക്കൊക്കെ നഷ്ടപ്പെട്ടായിരുന്നു. കുറെ ദിവസം നമ്മ നഷ്ടപ്പെട്ട് നല്ല രീതിക്ക് ഇരിക്കായിരുന്നു. ഇപ്പോഴാണ് അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആയത്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നൊരു ചെറിയൊരു ഫിഷിങ്ങിലേക്ക് പോവാം. ഒന്നും കിട്ടോയില്ലോ എന്ന് അറിഞ്ഞിട്ടല്ല കേട്ടോ. കുറെ ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമുക്ക് ഇതിൽ നിന്നൊന്ന് റിക്കവർ ആവണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചേക്കണ ഒരു വീഡിയോ ആണിത്. അല്ലാണ്ട് ഇന്ന് മീൻ കിട്ടോ ഇല്ലോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മ പിന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ആണെങ്കിൽ നല്ല പുറത്ത് നല്ല ഋതുവുണ്ട്. ഹ്യൂമിഡിറ്റി. ഇനിയിപ്പോ ഈ ഡോറ് കണ്ട തുറക്കുമ്പോ ആയിക്കോട്ടെ. എത്ര പെട്ടെന്ന് ഫോക്കി ഒന്ന് മാറി നോക്ക്. പുറത്ത് നമുക്കൊരു വേണ്ട ക്യാമറ പോലും പെട്ടെന്ന് മൂടിപ്പോയി നോക്ക്. ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒലിച്ചിന് ഇറങ്ങിയൊക്കെ കാണാൻ പറ്റണ്ട. നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റില്ല, സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇവിടെ നിറച്ച് വെള്ളമാണ്, അതിലേക്ക് കാണാൻ പറ്റുള്ളല്ലേ. ഇത് വേണ്ട, ഇത് മഞ്ഞല്ലട്ടാ, ഋത്ത് വീണത്. ഗായ്സ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഈവിള എന്ന് പറയുന്ന സംഭവം ഉള്ളതാണ്. വിശ്വസിക്ക. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയൊരു പരിപാടിയിലേക്ക് പോവാം. കമോൺ ഗായ്സ്. നമ്മ മെയിനായിട്ട് പുറത്തേക്ക് ഇറങ്ങാതിരുന്നതിൻ്റെ ഒരു പ്രധാന ഒരു കാരണം ഇത് തന്നെ സംഭവം. നമ്മിപ്പോൾ ഇവിടെ വന്ന് വെറുതെ നിന്നുള്ളൂ. ഇത് കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുവൈറ്റിലുള്ളവർക്ക് ഇപ്പൊ പറഞ്ഞതിന് മനസ്സിലാവും. ഗായ്സ് എന്ത് സാധനം മനസ്സിലായ? കിണ്ണൻ നീഡിൽ ഫിഷ് കേട്ടോ. ഹുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നൈസായിട്ട് അവനെ ഹുക്ക് ചെയ്ത് എടുക്കായിരുന്നു. ചൂണ്ടിടാൻ വേണ്ടി ഒരു ക്രാബിനെ കിട്ടിണ്ടേ. ഇവിടെ അരികത്തേക്ക് ഇപ്പൊ ക്രാബിന്റെ സീസണാ, ചൂടായതുകൊണ്ടേ. ഗായ്സ് ഇത് കണ്ടില്ലേ ഗായ്സ്, എന്റെ പൊന്നടായേ, എജ്ജാതി എന്ന് പറഞ്ഞ എജ്ജാതി. നമ്മേ പരിപാടി നിർത്തിണ്ട്. നമുക്ക് പറ്റില്ല ഈ സമയത്ത്. നമുക്ക് ഇത് നോക്ക്, നമ്മുടെ ശരീരത്തിൽ വെള്ളം ഈ പോയിക്കൊണ്ടിരിക്കണ. അപ്പോൾ നമ്മ പയ്യെ വൈൻഡപ്പ് ആക്കിയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാം. ഗായ്സ് അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക്, ഗുഡ് മോർണിംഗ്. അപ്പോൾ അമ്മ ഇന്നലെ രാത്രി ചൂണ്ടയ്ക്കിട്ടതിന് നമ്മ വന്ന് കുറച്ചു നേരം കയറി കിടന്ന് അത് കഴിഞ്ഞ് നമ്മ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട്, പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഇന്ന് ഫോൺ വെള്ളത്തിൽ വീണ്. എന്റെ പൊന്നടേവേ, നമ്മളെയൊക്കെ ഒഴിവാക്കി വിടറേ. ഇത് ആരുടെ ഇതിന് മാത്രം പറയണ നമ്മളെയൊക്കെ പറ്റി. ഇത്രയും വലിയ കണ്ണുകടി ഉണ്ടാവും നമ്മ അറിഞ്ഞില്ലട്ടാ. ശരീരം വേന, ഇന്ന് ഫോൺ പോയി, എൻ്റെ സ്റ്റിക്ക് ഒടിഞ്ഞു, ഒരു യൂട്യൂബ് ചാനലും ഒരു 2-3 വീഡിയോ ഇട്ടതിനും വേണ്ടി എൻ്റെ പൊന്നടായേ. എന്താ അവസ്ഥ നോക്കി. അപ്പൊ നമുക്ക് എന്തായാലും ചായ കുടിച്ചിട്ടുണ്ട്. നമുക്ക് പയ്യുന്നൊരു ബിരിയാണി വെക്കാം. ഞാൻ അപ്പൊ എന്തായാലും ഇന്ന് കഴിക്കാനായിട്ടൊരു ബിരിയാണി ഉണ്ടാക്കാന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഒരു ബിരിയാണി അങ്ങോട്ട് റെഡിയാക്കി എടുത്ത് കഴിക്കാം, എന്നിട്ട് റെസ്റ്റ് എടുക്കുക. അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. കമോൺ ഗായ്സ്. എനിക്കിട്ട് ശൂലം വെക്കണവന്മാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതൊക്കെ കൂടി തിരിച്ചു വരും. അപ്പ അനുഭവിക്കും, ഏതവനാണെങ്കിലും. ഗായ്സ് അപ്പൊ
ഇന്നും മട്ടനാണ് എടുത്തേക്കണേ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു 2-3 സവാള, ഒരു തക്കാളി, തൈര്, പുതിനയില മല്ലിയില വേണം. പക്ഷെ നമ്മൾ മല്ലിയില മാത്രമേ ഉള്ളൂ, പുതിനയില. നമുക്ക് പയ്യെ കുക്കിങ്ങിലേക്ക് കിടക്കാം. ഫോൺ ചെയ്യുക, പാത്രം വെക്കുക. കൂടുതൽ പരിപാടി ഒന്നുമില്ല കേട്ടോ. പട്ടാന്നുള്ള ബിരിയാണിയാണ്. സപ്പേ നമ്മൾ പാത്രം വെച്ചിട്ടുണ്ടാകുന്നിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചെടുക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് സവാള ഇടാം. സവാള ഒന്ന് വാട്ടി ഒന്ന് വഴണ്ടോന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചേക്കുന്നതിൻ്റെ ഒരു 2.5 സ്പൂൺ അതൊക്കെ ഇട്ട് കൊടുക്കാം. വെച്ചേക്കുന്നതിൻ്റെ ഒരു പച്ചമണം പോകുന്നവരൊന്ന് വഴറ്റിയെടുക്കണേ. ഗൈസ്, നിങ്ങൾക്ക് പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കറിനകത്ത് ചെയ്തായിട്ട് ഇങ്ങനെ. ഞാനേ പ്രഷർ കുക്കർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ പ്രഷർ കുക്കറിനകത്തിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിട്ട് ഒരു ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള 10 വിസിൽ ലോ ഫ്ലെയിമിലിട്ട് അടിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ സമയം വെക്കുക, ഒരു 20 to 25 മിനിറ്റ്. ആദ്യത്തെ ഹൈ ഫ്ലെയിമും ബാക്കിയുള്ള ഒരു 25 മിനിറ്റ്. 20 to 25 മിനിറ്റാണ്. മട്ടൻ നല്ല പൂമാതിരി എന്ത് കിട്ടും. അപ്പം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. എത്ര ദിവസം എന്നറിയോ ഗൈസ് മര്യാദക്ക് ഭക്ഷണം കഴിച്ചിട്ട്? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അങ്ങനത്തെ ഒരു അവസ്ഥയ്ക്ക് ഞങ്ങളെ തളത്തിക്കളഞ്ഞു ശരിക്കും. അതിപ്പോ ഏകദേശമൊക്കെ ഒരു സവാളയും ഒന്ന് വെന്തുണ്ട്. നമ്മ ഇട്ട സാധനങ്ങളുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് തക്കാളി ഇട്ട് ഞാനൊരു തക്കാളി മൊത്തം എടുത്തിട്ടുണ്ട്. ഇനി തക്കാളി ഒന്ന് വെന്തുടയണ വരെ അത് കിടക്കട്ടെ. കഴിഞ്ഞ വട്ടം നമ്മ മട്ടൻ ബിരിയാണി വെച്ചതിനപ്പോ നമ്മ ആദ്യം തക്കാളി നിന്നുണ്ട് തുടങ്ങിയ. അത് വേറെ സ്റ്റൈല്, ഇത് വേറെ സ്റ്റൈല്, അത്രേ ഉള്ളൂ. അതേമാതിരി തന്നെ നമ്മ അതിനകത്ത് സവാള വറുത്തൊക്കെ ചേർത്ത് ഇത് നമ്മ ഡയറക്റ്റ് ഇതാക്കി. കഴിച്ചപ്പോ തക്കാളിയൊക്കെ ഏകദേശമൊക്കെ വെന്തുണ്ട്. നമ്മ എന്തുണ്ടാക്കണമെങ്കിലും നമ്മുടെ ഓൺ റെസിപ്പിയാണ് കേട്ടോ. നമ്മ കോപ്പി അടിച്ചും കാര്യങ്ങൾക്കൊന്നും ചെയ്യുന്നതല്ല. ഇതൊക്കെ നമ്മുടെ ഓൺ റെസിപ്പീസ് നമ്മ ഉണ്ടാക്കി സക്സസ് ആയിട്ടുള്ള ബിരിയാണികളാണ്. അപ്പൊ ഇതിനകത്തേക്ക് നമ്മുടെ മട്ടൻ ബിരിയാണിയിൽ ഞാൻ പറയില്ലേ, ഞാൻ എപ്പോഴും ഗരം മസാല മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. ഹോം മെയ്ഡ് ഗരം മസാല അമ്മ തന്നെ പൊടിച്ച് വെച്ചേക്കണം നല്ല ഫൈനായിട്ട്. അതൊരു 2-2.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുക്കള പൊളിച്ചെടുക്കണമെന്നല്ലേ നിങ്ങൾ എല്ലാവരും ചിന്തിച്ച ഇല്ല ഗൈസ്. ആ പൊടിയിട്ട് കഴിയുമ്പോ തന്നെ ആ ഒരു സ്മെല്ല് വരും കേട്ടോ. അതാണ് നമ്മുടെ ഹൈലൈറ്റ്സ്. നമ്മുടെ ഗരം മസാല അത്രക്ക് ടോപ്പാണ്. ഇതാണ് നമ്മുടെ ഒരു മസാലയുടെ ടെക്സ്ചർ കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ആ മസാലയുടെ ഇതൊക്കെ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ഇതിനകത്തേക്ക് നമ്മ വേറെ സാധനം ചേർത്തെടുക്കണം. തൈര്. അതിൻ്റെ പുളിയൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. ഞാൻ കുറച്ച് മല്ലിയില കൂടി വെട്ടിക്കുത്തിയിട്ടുണ്ട്.
ഒന്ന് ഇളക്കി സെറ്റാക്കുക. മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മട്ടൺ വേവിച്ചെടുക്കുക. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. പാത്രത്തിനകത്താകുമ്പോൾ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ ഇത് നേരെ പ്രഷർ കുക്കറിലേക്ക് ഇട്ടുക. പറഞ്ഞ ഇത് തന്നെ സംഭവം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മട്ടൺ ആഡ് ചെയ്ത് കൊടുക്കാട്ടോ. നമ്മൾ മട്ടൺ 1/2 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിലത്തെ ഒരു മട്ടൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നില്ല ഗൈസ്, അറിയാലോ. നേരെ ഹൈ ഫ്ലെയിമിലേക്ക് വെക്കുക. ഒരു 5-6 മിനിറ്റ് ഒന്ന് ഇളക്കി 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 ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. ശരിയല്ല, നിങ്ങൾ പ്രഷർ കുക്കറിനകത്താണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞാൽ ചെയ്തായിട്ടാ. ഇതിൻ്റെ ആ ഒരു കുന്തളിപ്പ് നമ്മുടെ മട്ടനൊക്കെ ഏകദേശമൊക്കെ ഒരു വേവായിട്ടുണ്ട്. ബാക്കി ദമ്മിൻ്റെ ഉള്ളിൽ കിടന്നോളും. പ്രഷർ കുക്കർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ നല്ല പൂമാതിരി നല്ല ബന്ധമാണ്. ഇപ്പം ഇങ്ങനെയല്ലേ കറക്റ്റ് തിക്ക് ഗ്രേവിയും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ കിട്ടിയേക്കണം. ഇതിന് ഇതായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാകും. അപ്പോൾ നമുക്കിത് ഇറക്കിയിട്ട് റൈസിനുള്ള പരിപാടി വെക്കാം. ഏകദേശം നമ്മളിവിടെ അരി കഴുകി സ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പൈസസ് നമ്മുടെ ചതച്ച് വെച്ചതിൻ്റെ കുറച്ച് ബാക്കി. കറി വെച്ച ഇടി തന്നെ ഉണ്ടാ റൈസ് വെക്കണ. ഇതിൽ തന്നെ ദമ്മും ചെയ്യണേ. ഓരോ ദിവസം വരുമ്പോ കണ്ടീഷൻ വളരെ മോശമായിക്കൊണ്ടിരിക്കുക ഗൈസ്. എണ്ണ വെച്ചെടുക്കാം. ഗീ ഉണ്ടെങ്കിൽ ഗീ ഒഴിച്ചെടുത്തതിന് കുറച്ചും കൂടി ബെറ്റർ ആയിക്കോട്ടാ. സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ ഒന്നുമല്ല ഇത് കഴുകാണ്ടിരുന്ന. അപ്പൊ നമുക്ക് ആ റൈസിന്റെ ഉള്ളിലേക്ക് ആ ഒരു മട്ടന്റെ ഫ്ലേവറും സ്പൈസസും എല്ലാം കൂടി വരുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതെന്താണ് നീ പാത്രം കഴിയായിരുന്നു എന്ന് ചോദിക്കരുതായിരുന്നു. ആണ് മുൻകൂർ പറഞ്ഞത്. ഓക്കെ, സ്റ്റെയിൻ ചെയ്ത് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. ടീല് കുറച്ച് വെള്ളമുണ്ട്. ഈ തവണ നമ്മ റൈസ് കുക്കിംഗ് അല്ല, റൈസ് നമ്മൾ സ്റ്റെയിൻ ചെയ്ത് തന്നെ ഉണ്ട് എടുക്കണേ. എന്ന് പറഞ്ഞാൽ വെന്ത് ഒരു ആ ഒരു വേവായി കഴിയുമ്പോഴത്തേനും നമുക്ക് റൈസ് ഊറ്റിയെടുക്കാം. ഓക്കെ, എപ്പോഴും നമ്മ റൈസ് നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് കുക്ക് ചെയ്തല്ലേ എടുക്കാറ്. ഈ തവണ കുറച്ച് വെള്ളം കൂട്ടി വെക്കാം. എപ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിപ്പോ എങ്ങനെ ശരിയാണ് അല്ലേ ഗായ്സ്? നമ്മ അടുത്ത കൊല്ലം നവംബറിലൊരു ബിഗ് ബഡ്ജറ്റ് പരിപാടി ഒരെണ്ണം പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടാ. അതിന് എല്ലാരും വെയിറ്റിങ്ങിൽ ഇരുന്നോ. എല്ലാരും ഞെട്ടിക്കാൻ പാകത്തിനൊരു പരിപാടി നമ്മ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചെടുക്കാം. ഇനി നമ്മ ആ നേരത്തെ ചതച്ച് വെച്ചിരുന്ന സാധനങ്ങൾ അതും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നിളക്കുക. ഉപ്പും മറക്കരുതട്ടെ ഗൈസ്. ആണോ, നിങ്ങക്ക് കാണാൻ പറ്റണ്ടെന്ന് അറിയില്ല.
നമ്മുടെ ആ മട്ടന്റെ ആ ഒരു നെയ്യ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് പൊങ്ങിക്കുന്നുണ്ട്. ഓയിൽ അല്ലാണ്ട് മട്ടന്റെ ഒരു നെയ്യിനകത്ത് പൊങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മ അടുത്ത വർഷം നവംബറില് ഒരു ചെറിയൊരു പരിപാടി പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ എന്റെ അടുത്ത് കുറച്ചുപേര് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിച്ചായിരുന്നു. ഞാൻ അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടെ. ഇതിന്റെ കൂടെ തന്നെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കൊന്നും മനസ്സിലാവണമെന്നില്ല. അത് ഇച്ചിരി ഗൗരവമുള്ള ഒരു കാര്യം തന്നെയാണ്. സംഭവം കുറച്ച് അടിപൊളിയാണ്, കുറച്ച് എക്സൈറ്റ്മെന്റ് ആണ്. ഞാൻ ഒരുപാട് എക്സൈറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണത്. അപ്പൊ ഞാൻ എന്തായാലും അതിന്റെ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യാം. നമ്മുടെ റൈസ് തിളച്ചിട്ടിരിക്കുക. കൈസ് ഒട്ടും വയ്യ, ഒട്ടും വയ്യ എന്ന് പറഞ്ഞാൽ ഒട്ടും വയ്യ. വളരെ വിഷയായിട്ടിരിക്കുക. കാലൊന്നും അനക്കാൻ പറ്റണല്ല, അണ്ടാരം പിടിക്കാനായിട്ട്. ഏതാവുമാരാന്നാവും. നമ്മുടെ റൈസ് ഒരു 50% ആയിട്ടുണ്ട് കേട്ടാ. പൊയ്യോ കാണാൻ പറ്റില്ലല്ലേ? കാണാം. റൈസ് ഒരു 50% ആയിട്ടുണ്ട്. പിന്നെ നമ്മ ചതച്ചു വെച്ചിരുന്ന സാധനം ചേർക്കണതിന് പകരം നമ്മുടെ കറിവേപ്പിലയില്ലേ, കറിവേപ്പില ഒരു തണ്ട് ചേർത്ത് കൊടുത്താലും മതി. റൈസ് കഴിക്കുമ്പോ ഒരു ഫ്ലേവറിങ്ങിന് അടിപൊളി സാധനം കറിവേപ്പില. റൈസ് നമുക്ക് ദമ്മിടാം. ഞാൻ മാത്രം കഴിക്കുന്നതാണ്, ഞാൻ കഴിച്ചോളൂ. വേറെ ഒന്നുമില്ല ഗൈസ്, പ്രഷർ കുക്കറില്ലാത്തോണ്ട് നമുക്ക് ഭയങ്കര ടാസ്കുകൾ കുറച്ചധികമുണ്ട്. ഗൈസ് ഒരു ലെയർ ഇടുക, കുറച്ചധികം മല്ലിയിലിടുക, അടുത്ത ലെയർ ഇടുക. ഇങ്ങനെ ശരിക്കും ബിരിയാണിയില് 3-4 ലെയറൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് എനിക്ക് ഒരാൾക്ക് കഴിക്കാനുള്ള, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇങ്ങനെ എന്നിട്ട് പാത്രത്തിന്റെ മുകളിൽ കമന്ന് കിടക്കണല്ലേ. ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ല, അപ്പട്ടം വരെ ഷെയ്ക്കായി. ഷെയ്ക്ക് നമുക്ക് അടുപ്പത്ത് കയറ്റാം. എന്റെ അടുപ്പ് കംപ്ലൈന്റ് ആയി ഗൈസ്, നിങ്ങൾക്ക് അതറിയോ? കണ്ടോ, ടക് 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 ടക്. നിങ്ങളുടെ പിന്നാണ്ടിയൊക്കെ അടിച്ചു എന്ന് തോന്നുന്നു. അപ്പൊ ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ്, ഇത്തവണ നമ്മ ഒരു 10-15 മിനിറ്റ് വെച്ചോ. എന്ന് പറഞ്ഞാൽ നമ്മ പ്രഷർ കുക്കറിലല്ലല്ലോ വേവിച്ചത്. അപ്പൊ ഒരു 15 മിനിറ്റ് വെച്ചിട്ട് 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കോട്ടെ സാധനം, എന്നിട്ട് നമ്മൾ കഴിക്കുള്ളൂ. വണക്കം 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 മക്കളെ, വണക്കം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പേർക്കൊന്നും കാര്യം എന്താന്ന് മനസ്സിലായിട്ടില്ല. അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എന്തോ സംഭവം. നമ്മ വേൾഡിലെ തന്നെ ഹയസ്റ്റ് ട്രക്കിംഗ് പീക്ക് നമ്മ ക്ലൈംബ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്ക് നേപ്പാളിലൊരു ടീമിന്റെ കൂടെയാണ്. അത്ര വേണ്ടപ്പെട്ട ടീം കേട്ടോ നമുക്ക്. ഞാൻ ഇപ്പൊ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തണല്ല പറഞ്ഞ, എന്ന് പറഞ്ഞാൽ വേറെ കുറെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മ എന്തായാലും അടുത്ത കൊല്ലം നവംബറിൽ നമ്മ എന്തായാലും ക്ലൈംബ് ചെയ്യും കേട്ടാ. ഞാൻ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ വന്നപ്പോഴത്തേനും എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ് അത്, പക്ഷെ നടന്നില്ല. അത് ഞാൻ ഈ വന്ന കൊല്ലം 2027 ഞാൻ കത്തിക്കും ഞാൻ. പക്ഷെ ഈ തവണ നമ്മ കുറച്ചും കൂടി ടെക്നിക്കലായിട്ട് നമ്മ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കോസ്റ്റും കാര്യങ്ങളും എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. എറൗണ്ട് നാട്ടിലത്തെ ഒരു 2-2.5 ലക്ഷം രൂപ അടുത്ത് വന്നുണ്ട്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാ. അപ്പൊ എന്താണ് ഇത്രയും കോസ്റ്റ് വന്നെ എന്ന് എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു. ഇത് മരണം വെച്ചുള്ള പരിപാടികളാ. ഞാൻ പറഞ്ഞില്ലേ, വേൾഡിൽ തന്നെ ഹയസ്റ്റ് ട്രക്കിംഗ് പീക്ക് 6476 മീറ്റർ പീക്കാണ്.
മൗണ്ട് എവറസ്റ്റ് അറിയാലോ, 8,000 സംതിങ് ആണ്. ബാക്കി മൗണ്ട് എവറസ്റ്റ് നമ്മ കൂട്ടിയാ കൂടില്ല. 50 ലക്ഷം 45 ലക്ഷം വേണം. ആകെ വിട്ടേക്ക്. നമുക്ക് ഈ 2 ലക്ഷം 3 ലക്ഷത്തിന് നമുക്ക് സ്റ്റാർട്ടിങ് പിടിക്കാം. അപ്പൊ പെർമിറ്റിന് ഒരു $350. $350 എന്ന് പറയുമ്പോൾ 33,000 രൂപ. പിന്നെ ഫ്ലൈറ്റ് ലുക്ലേന്നാണ് കേട്ടോ ഫ്ലൈറ്റ്. നമുക്ക് അങ്ങോട്ട് അതൊരു 370 അപ്പ് ആൻഡ് ഡൗൺ. അപ്പൊ ഒരു 35,000 രൂപ അവിടെ പോയാ. പിന്നെ അക്കോമഡേഷൻ ആൻഡ് മീല് നമുക്ക് 18 to 20 ദിവസം വേണം നമ്മ സബ്മിറ്റ് ചെയ്ത് നമ്മ തിരിച്ച് ഇറങ്ങാനായിട്ട്. അപ്പൊ അതിന് അറൗണ്ട് ഒരു 47,000 രൂപ അങ്ങനെ വന്ന്. ഈ 20 ദിവസം കൂട്ടിക്കും. പിന്നെ ഗിയർ റെന്റിന് എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മ ഇവിടുന്ന് പോകുമ്പോ നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതിന്റെ കാശ് എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അത് നോക്കിയിട്ട് കാര്യമില്ല. എന്ന് പറഞ്ഞാൽ നമുക്കൊരു അത് വിശദമായിട്ട് ഞാൻ ഇനിയിപ്പോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്തായാലും നമുക്ക് പെട്ടെന്ന് പറഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് ഗിയർ റെന്റിന് എടുക്കണം എന്ന് പറഞ്ഞാൽ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത്. പറഞ്ഞില്ലേ, നമ്മ നേരെ ബേസ് ക്യാമ്പ് ലുക്കിലേന്ന് നമ്മ ട്രക്കിങ് കണ്ട നടക്കണം. അപ്പൊ നടന്ന് എത്രാമത്തെ ദിവസം നമ്മ ബേസ് ക്യാമ്പിൽ ചെല്ലണേ? ബേസ് ക്യാമ്പിൽ ചെന്ന് ബേസ് ക്യാമ്പിൽ നിന്ന് അപ്പർ ക്യാമ്പ്, അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ സബ്മിറ്റ്. അങ്ങനെയാണ് നമ്മുടെ സംഭവം വരുന്നത്. അപ്പൊ കുറച്ച് പരിപാടികളുണ്ട് ഇതിനകത്ത്. അപ്പൊ നമ്മ പയ്യെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഇൻഷുറൻസ് ആണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ മുകളിൽ വെച്ച് ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെലികോപ്റ്റർ മാർഗോ നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് ഒരാളെ നമുക്ക് തിരിച്ച് നമുക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. അതിപ്പോ നമ്മുടെ കൂടെ ആരാ വന്നേന്ന് പറഞ്ഞാൽ അങ്ങനെ. പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു കാര്യം കൂട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒരു ഷെർപ്പ ഉണ്ടാവും. ഷെർപ്പ മീൻസ് ഗൈഡ്. അത് നേപ്പാളീസിന്റെ അവരുടെ ഒരു കൾച്ചറായിട്ട് തന്നെയുള്ള ആൾക്കാരാണ് ഷെർപ്പ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻഷുറൻസിനും മാത്രം നമുക്കൊരു $300 അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഒരു 28,000 രൂപ അങ്ങനെ വന്നിട്ടുണ്ട്. വേറെ ഞാൻ കൂട്ടാണ്ട് പോയ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മ ക്ലൈംബ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് മേരാ പീക്ക്. നമ്മ ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മ അപ്പർ ക്യാമ്പിലേക്ക് പോകുമ്പോഴത്തേനും ഇതാണ് കേട്ടാ നമ്മുടെ മുകളിലത്തെ ക്യാമ്പ്. ഇവിടെ നമ്മ ഒരു രാത്രി സ്റ്റേ ആണ്. പിറ്റേ ദിവസം രാവിലെ നമ്മ ഒരു രാത്രി അല്ല, നമ്മ ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മ കയറി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മ പിറ്റേ ദിവസം വെളുപ്പിന് വരെ നമ്മ ഇതിന്റെ ഉള്ളിലായിരിക്കും. ഇതിന്റെ ഉള്ളിൽ എന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഹെലികോപ്റ്റർ അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല കേട്ടോ ഗൈസ്. പിന്നെ അവിടെ നിന്ന് നേരെ സബ്മിറ്റ് പോയിന്റിലേക്കാണ് കേട്ടോ. അപ്പൊ കുറച്ച് ലീലാവിലാസങ്ങൾ ഉണ്ട്. ഇതാണ് ഇതിന്റെ ടോപ്പാണ് സബ്മിറ്റ് പോയിന്റ്. അപ്പൊ നമുക്ക് പുള്ളി കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നുണ്ട്. ഞാനിപ്പോ ഇത് എന്റെ ഫ്രണ്ട്സിന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് നമ്മൾ. പിന്നെ ഇതിനകത്ത് വേറെ ഒരു ചെറിയൊരു ടിസ്റ്റ് കൂടെ ഉണ്ട്. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാലേ അത് ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോവും ആ ടിസ്റ്റ്. അതിനും ഭേദം അത് ഹൈഡ് ചെയ്ത് തന്നെ വെക്ക. ഒരു കൊല്ലത്തോളം കാത്തിരിക്കുക ഗൈസ്. അത് എന്താണെന്ന് അറിയാൻ. കേരളം നമ്മ കത്തിക്കും. ഒരു ട്വിസ്റ്റ് നമ്മ അതിനകത്ത് കണ്ടുപിടിച്ചിട്ടാ നമ്മ മേപ്പിക്കിലേക്ക് ചാടി വെക്കുന്നത്. കഴിഞ്ഞ കൊല്ലം മുതൽ എന്റെ ആഗ്രഹമായിരുന്നു ക്ലൈംബ് ചെയ്യണമെന്ന്. അതെനിക്ക് നടന്നില്ല. പക്ഷെ 2027 ഞാൻ നടത്തിയിരിക്കും ഗൈസ്. അതിനുവേണ്ടി ഞാൻ ഒരു വൻ ശേഖരണം തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് സംഭവം, വേറെ ഒന്നല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ആയിട്ടിരുന്ന. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് ഉദ്ദേശിക്കുന്നു. അപ്പൊ ഒരു 2.5 ലക്ഷം രൂപ നമ്മൾ എങ്ങനെ ചെലവാക്കുന്നു, എന്തിന് ചെലവാക്കുന്നു എന്ന് നോക്കിയിട്ട് കാര്യമില്ല. നമുക്കൊരു ഹാപ്പിനെസ് ഗായ്സ്. അപ്പൊ നമ്മുടെ ബിരിയാണിയുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മ. ഓപ്പൺ ചെയ്യാണ്ട.
വാവ്, ബ്യൂട്ടിഫുൾ. ഞാൻ ഇതൊന്ന് റെഡി ആക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. വാവ് 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 വാവ്. ഗൈസ്, നമ്മുടെ ബിരിയാണി ഉണ്ടല്ലേ, നല്ല കിട്ടിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്ലേറ്റ് ഒക്കെ എടുത്ത് കഴിച്ച് നോക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ട്, സലാഡ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിച്ചു നോക്കാം. നല്ല ചൂടാണ് ഗൈസ്. എന്ന് പറഞ്ഞാൽ നമ്മ പൊട്ടിച്ചിട്ടുണ്ടായില്ല. ഗൈസ് കൊള്ളാട്ടാ. നമുക്കൊരു പെട്ടെന്ന് ഒരു സിമ്പിൾ ആയിട്ടൊരു ബിരിയാണി ഉണ്ടാക്കി എടുക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം ഗൈസ്. നമുക്ക് കുറച്ചും പവർ മാപ്പ് എടുക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ എന്തായാലും ഉറങ്ങി എണീച്ചിട്ട് കാണാം. ഓക്കെ, ബൈ. ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? ചത്തിട്ടില്ല, ഉറങ്ങാൻ പോയതാ. ഉറങ്ങിക്കഴിഞ്ഞ് തിരിച്ചു വന്ന് ഉറക്കം കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞിട്ടും കാലിന്റെ വേദനയ്ക്ക് ഒരു കുറവില്ല. എന്താ സംഭവം എന്നറിയാൻ നമ്മ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഉറക്കം കഴിഞ്ഞ് എണീച്ച് കഴിഞ്ഞപ്പത്തിനും കാലിന് വേദനയോട് ഞാൻ ഇവിടെ ഹോസ്പിറ്റലിൽ പോയി. മസിൽ ക്രാക്ക്. ഞാനിത് ഇപ്പൊ ഒരു ഇത് തന്ന് അതൊക്കെ ഇതാക്കി ഇതിങ്ങനെ ഇരിക്കാണ് ഗായ്സ്. അപ്പ അമ്മ തിരിച്ച് വന്നിരിക്കും ഉറപ്പായിട്ട്, എന്റെ പൊന്നടവേ. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇങ്ങനെ അങ്ങോട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ് ഗായ്സ്.